പലരും എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്, അല്ലെങ്കിൽ ദൈവം അച്ഛനെ വിളിച്ചത്. ബഹുമാനപ്പെട്ട ഷിൻസച്ചനോട്, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഷിൻസച്ചനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഷിൻസച്ച, എനിക്ക് ശക്തി തരണേ. പേര് സെബിൻ, വീട്ടുപേര് മറ്റപ്പള്ളിയിൽ. ഞാൻ പരേതനായ ഷിൻസച്ചൻ്റെ ബാച്ചുകാരനാണ്. ഞങ്ങൾ 2010 ജൂൺ 5-ാം തീയതിയാണ് ഒരുമിച്ച് സെമിനാരിയിൽ ചേർന്നത്. അന്ന് തൊട്ടുള്ള സൗഹൃദമാണ്. അപ്പോൾ അച്ഛനെ കൂടുതൽ അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചത് ഇവിടെ വികാരിച്ചനായിട്ട് വരുമ്പോഴാണ്. മുള്ളേരി ഇടവകയിൽ ഞാൻ 5-ാം ക്ലാസ് തൊട്ട് ഈ ഇടവകയിൽ അംഗമാണ്. അങ്ങനെ അച്ഛനുമായിട്ട് ഞാൻ ദൈവശാസ്ത്രം പഠിക്കുന്നത് ജർമ്മനിയിലാണ്. 7 വർഷമായി ജർമ്മനിയിൽ തിയോളജി പഠിക്കുന്നു. അവധിക്ക് വരുമ്പോൾ എല്ലാ വർഷവും അവധിക്ക് വരാറുണ്ട്. ഓരോ മാസം ഇവിടെ ചിലവഴിക്കാറുണ്ട് നാട്ടിൽ. അപ്പോൾ അച്ഛന് നാട്ടിൽ വരുമ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അച്ഛനുമായിട്ട് നല്ലൊരു പരിചയമുണ്ട്. അപ്പോൾ അന്ന് ഷോക്കടിച്ചത് ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചായിരുന്നു. അന്ന് ദൈവം ഷിൻസച്ചനെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിശുദ്ധിയുടെ ഏറ്റവും പൂർണ്ണതയിൽ ജീവിച്ച ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ഷിൻസ് കൂടിലിൽ അച്ഛൻ. അപ്പോൾ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ബദിയടുക്ക ഇടവകയിലെ വികാരിച്ചൻ പറഞ്ഞ പ്രസംഗത്തിലെ 2 വരികൾ ഞാൻ ഓർമ്മിക്കുകയാണ്. അച്ഛൻ അന്ന് പറഞ്ഞു, അന്ന് ഷോക്കറ്റടിച്ച നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റൺ എനിക്ക് കൈമാറുകയായിരുന്നു. അതുപോലെ ഷിൻസച്ചനെ പോലെ ഒരു വിശുദ്ധനായ വൈദികനായി ജീവിക്കാനും ജനങ്ങളെ സേവിക്കാനായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാനായിട്ടും ആ ബാറ്റൺ എനിക്ക് കൈമാറി. അന്ന് ഞങ്ങൾ ദേലമ്പാടി പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം ഈ പള്ളിമുറിയിലെത്തുകയും ഇവിടുന്ന് അഭിമന്യ ഞർലക്കാട്ട് പിതാവിനെ ഫോൺ വിളിച്ച് അദ്ദേഹം എൻ്റെ വീട് വെഞ്ചരിപ്പായിരുന്നു ശനിയാഴ്ച. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇന്ന് പിതാവായിരുന്നു വെഞ്ചരിക്കാനിരുന്നത്. ആ പിതാവ് വരുന്നതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഫ്ലാഗ് താത്താനായിട്ട് പോയത്. അപ്പം കൊടി ഉയർത്തുന്നതിനിടയിലാണ്, അതായത് ഈ ഫ്ലാഗ് പോസ്റ്റ് ഉയർത്തുന്നതിനിടയിലാണ് കയറ് വലിക്കാനായിട്ട് താഴോട്ട് ഈ സ്റ്റീൽ കമ്പി ഉയർത്തുന്നതിനിടയിലാണ് ഷോക്ക് ഏൽക്കുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും. ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ആളാണ്. അതിന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് വെച്ചാൽ ഇങ്ങനെ ഒരു അത്രയും മനോഹരമായിട്ട് ചിരിക്കാനും വിശുദ്ധമായിട്ട് ജീവിക്കാനൊക്കെ അച്ഛന് സാധിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു അത്. അദ്ദേഹം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് പള്ളിയിൽ വരുന്നതിന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണ ഭക്തിയോടെ അർപ്പിക്കുകയും അദ്ദേഹം എന്നെ അടുത്ത് ചേർത്ത് നിർത്തുമായിരുന്നു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് കുർബാനയെല്ലാം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഒരു നല്ല ഭക്തി ജീവിതം എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. 2010 ജൂൺ മാസം 5-ാം തീയതിയാണ് ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ ചേരുന്നത്. അന്നോട്ട് എനിക്ക് ഷിൻസച്ചനെ അറിയാം. 3 വർഷത്തെ മൈനർ സെമിനാരി പഠനത്തിന് ശേഷം ഞാൻ ആലുവ മംഗലപ്പുഴ സെമിനാരിലാണ് ഫിലോസഫി പഠിക്കാനായിട്ട് പോയത്. അച്ഛൻ വടവാതൂർ കോട്ടയം സെമിനാരിലാണ് ഫിലോസഫി പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിൽ റീജൻസി ചെയ്തു. അതിനുശേഷം ഞാൻ ജർമ്മനിക്ക് ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് പോയി. ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ ആലുവ സെമിനാരിലാണ് അദ്ദേഹം തൻ്റെ വൈദിക പരിശീലനം ദൈവശാസ്ത്രം പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അച്ഛനാവാതിരുന്നത്. അതായത് ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ ജർമ്മനിയിലാണ്. അവിടെ ദൈവശാസ്ത്ര പഠനം ഞാൻ പൂർത്തിയാക്കി. ഇനി മാസ്റ്റർ കോഴ്സ് ഉണ്ട്. അതിനുശേഷം 2026 മെയ് മാസം അവസാനമാണ് ഞാൻ വൈദികനാണ്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടിയത് അദ്ദേഹം മുള്ളേരിയ പള്ളിയിലേക്ക് വികാരിയായിട്ട് വരുന്നതിനെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ആദ്യം എന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു, എടാ ഞാൻ നിൻ്റെ ഇടവകയിലേക്കാണ് വരുന്നത്. അപ്പം എനിക്കത് വളരെ സന്തോഷമായി, അതോടൊപ്പം തന്നെ വളരെ അഭിമാനമുള്ളൊരു നിമിഷം കൂടിയായിരുന്നു. കാരണം ഞാൻ എൻ്റെ സഹപാഠിയായിട്ടുള്ള ആൾ എൻ്റെ വികാരിയായിട്ട് വരുന്നു. അപ്പോൾ അതിൽ പരം സന്തോഷം എന്താണ് വേണ്ടത് എന്ന് എനിക്കെപ്പോഴും ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരുന്നു. ഞാൻ അവധിക്കാലത്ത് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുപാട് നേരം വർത്തമാനം പറയും. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുമായിരുന്നു സ്ഥിരം. അങ്ങനെ ഞങ്ങൾ പല വിനോദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. അങ്ങനെ വലിയൊരു സുഹൃത്ത് ബന്ധം ഞാനും അച്ഛനും തമ്മിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ നിമിഷം വീണ്ടും ഈ മുള്ളേരിയ പള്ളിയിലേക്ക് വരുമ്പോൾ എനിക്ക് അതത്ര എളുപ്പമല്ല. ഈ വലിയൊരു സംഭവം നടന്ന ഈ സ്ഥലത്ത് വീണ്ടും തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇല്ലാതെ ഈ പള്ളിമുറിയിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെടുന്നു. വളരെ സങ്കടം തോന്നുന്നു.
പലരും എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്, അല്ലെങ്കിൽ ദൈവം അച്ഛനെ വിളിച്ചത്. ഈ ഒരു ഇത്രയും വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു വൈദികനായിരുന്നില്ല അദ്ദേഹം. ഞാനത് ഒരു വലിയൊരു ദൈവ പദ്ധതിയായിട്ട് വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷിൻസ് അച്ഛൻ വിശുദ്ധിയുടെ പരിപൂർണതയിൽ ജീവിച്ച വൈദികനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവം വിളിച്ചത് തൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാക്കാനായിട്ട്. അതുകൊണ്ട് അച്ഛൻ്റെ വിയോഗത്തിൽ എനിക്ക് അതിയായിട്ടുള്ള സങ്കടവും അതിയായിട്ടുള്ള ശൂന്യതയും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ താങ്ങും തണലുമായി ബഹുമാനപ്പെട്ട ഷിൻസ് അച്ഛൻ എന്നും കൂടെ ഉണ്ടാവും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് വളരെ വിഷമ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷിൻസ് അച്ഛനോട്, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഷിൻസ് അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഷിൻസ് അച്ഛാ, എനിക്ക് ശക്തി തരണേ മുന്നോട്ട് പോകാനായിട്ട്, ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അങ്ങേപോലെ ഒരു വൈദികനായി തീരാനായിട്ട് എനിക്ക് ശക്തി തരണേ എന്ന് ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും മധ്യസ്ഥം വഹിച്ച്, പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ അദ്ദേഹത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്.